നമസ്കാരം. ലോകം മുഴുവൻ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒരു ഭ്രാന്തനായിട്ടാണ് അംഗീകരിക്കുന്നത്. അധികാരത്തിൻ്റെ ഏറ്റവും ഉന്നത ശൃംഖത്തിലിരിക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദയും പക്വതയും കൈവിട്ട് ലോകം മുഴുവൻ കലാപമുണ്ടാക്കാനും യുദ്ധസജ്ജമാക്കാനും അങ്ങനെ ദിവസേന എന്നോണം പുതിയ പുതിയ പ്രശ്നങ്ങൾ ലോകത്തിന് മുന്നിൽ വഴി തുറക്കുകയും ചെയ്യുന്നൊരു നേതാവായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായ ശേഷം കാനഡയോട് ഏറ്റുമുട്ടാൻ ശ്രമിച്ചു. പക്ഷെ വലിയ തിരിച്ചടി കിട്ടുകയുണ്ടായി. നമുക്കറിയാം, ഓരോ രാജ്യത്തിന് തീരുവ പ്രഖ്യാപിച്ച് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം ദിവസേന എന്നോണം പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഓരോ രാജ്യത്തിലും ഓരോ പ്രശ്നങ്ങളാണ്. ആ ചൈനയോടും ഇന്ത്യയോടും മാത്രമല്ല, ലോകത്തിലെ മിക്ക രാജ്യങ്ങളോടും അദ്ദേഹം തീരുവ പ്രഖ്യാപിച്ച് കുറയ്ക്കലും കൂട്ടലും അങ്ങനെ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അമേരിക്കൻ ജനത തന്നെ മൂക്കത്ത് കൈവിരവലിച്ചു പോയി. കാരണം അദ്ദേഹത്തെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ബൈഡന് ശേഷം തെരഞ്ഞെടുത്തത്. എന്നാൽ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് വന്ന ശേഷം അവിടെയും സമാധാനമില്ല, ലോകത്തിനും സമാധാനമില്ല എന്നുള്ള അവസ്ഥയ്ക്ക് അവസാനമാണ് ഇസ്രയേലിനോടൊപ്പം ചേർന്നുകൊണ്ട് ഹമാസിനെ തകർക്കാൻ വേണ്ടി പദ്ധതികൾ ഒരുക്കി അവസാനം ഹമാസിന്റെ പ്രശ്നങ്ങൾ തീർത്ത നായകൻ എന്നുള്ള പേരുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടിയുള്ള കളികൾ കളിച്ചത്. എന്നാൽ അദ്ദേഹം യുദ്ധത്തിനെതിരാണെന്ന് പറഞ്ഞ് തീരും മുമ്പാണ് ഇസ്രയേലും അമേരിക്കയും കൂടെ ഒരുമിച്ച് ഇറാനെ തീർക്കാൻ ഇറങ്ങിയത്. ഇപ്പോൾ അമേരിക്ക പെട്ടുപോയിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു അബദ്ധം ലോകത്തിന് മുന്നിൽ അമേരിക്ക പെട്ടിട്ടില്ല. നാണം കെട്ട് ട്രംപും അമേരിക്കയും ലോകത്തിന് മുന്നിൽ എല്ലാ മേഖലയിലും ഇല്ലാതാവുകയാണ്. ഇറാൻ ആകട്ടെ സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നു. തീവ്രവാദ രാജ്യം എന്ന് പറയുന്ന പാകിസ്ഥാനെ മുന്നിൽ വെച്ചാണ് ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധവിരാമ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത് അമേരിക്കയുമായിട്ട് ഇനി ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല, വേണമെങ്കിൽ ചർച്ച ചെയ്യാം, 3 കണ്ടീഷനുകൾ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം ചർച്ച ചെയ്യാമെന്നാണ് പറയുന്നത്. ഒന്ന്, ഇനി മേലിൽ ആക്രമിക്കില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഡിമാൻഡ് എന്ന് അമേരിക്ക കൃത്യമായി ഇസ്രയേലും അമേരിക്കയും പറഞ്ഞിരിക്കണം. രണ്ടാമത്തത്, ഏറ്റവും വലിയ തീരുമാനം എന്ന് പറയുന്നത് വേണ്ടത് ഹോർമസ് കടലിടുക്കിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ പാലിക്കണം. അതായത് ഇനി അമേരിക്ക ഇറാനെ ആക്രമിക്കില്ല എന്നുള്ള കാര്യം. ഹോർമസ് കടലിടുക്കിൻ്റെ കാര്യം, അതായത് എല്ലാ രാജ്യങ്ങൾക്കും സുഗമമായ കപ്പൽ പാതയ്ക്ക് വിട്ടുകൊടുക്കാം. പക്ഷെ അതിന് ചർച്ച വേണം. ചർച്ച ഉണ്ടാവണമെങ്കിൽ ആദ്യം അമേരിക്ക പരിപൂർണമായി ഈ ആക്രമണം നിർത്തിവെച്ചു എന്ന് ഇനി മേലിൽ ആക്രമിക്കില്ല എന്നുള്ള വാക്ക് തരണം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഹോർമസ് കടലിടുക്കിനെ പറ്റി ചർച്ച ചെയ്യാം. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ചർച്ച എന്ന് പറയുന്നത് ഹോർമസ് കടലിടുക്കിന്റെ കാര്യത്തിൽ തീരുമാനമായാൽ മൂന്നാമത്തെ കാര്യം ചർച്ച ചെയ്യാം. എന്താണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്? ആണവോർജവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യാം. പക്ഷെ ആണവോർജം ഞങ്ങളുടെ ഊർജ മേഖലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ നിന്നും തടയാൻ പറ്റില്ല, അത് ചർച്ച ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് ആണവോർജം ഉപയോഗിച്ച് ആയുധങ്ങൾ നിർമ്മിക്കുകയും അതേപോലെ യുദ്ധത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഈ 3 കണ്ടീഷൻ അമേരിക്കയ്ക്ക് മുന്നിൽ ഇപ്പോൾ ആര് വെച്ചിരിക്കുകയാണ്? ഇറാൻ വെച്ചിരിക്കുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി ഇപ്പോൾ പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട്. അസീം മുനീം ആണ് അവിടെ ഈ ചർച്ചകളെല്ലാം നേതൃത്വം നൽകുന്നത്. സൈനിക മേധാവി അസീം മുനീറാണ് അവിടെ ട്രംപിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് എല്ലാ സൽക്കാരവും കൊടുത്ത് അദ്ദേഹത്തിന് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി ഈ ഇറാനുമായുള്ള ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. എന്നാൽ ചർച്ച 2 ഘട്ടങ്ങൾ 2 തവണ ചർച്ച ദയനീയമായി പരാജയപ്പെട്ടു. മൂന്നാമത്തെ ഘട്ട ചർച്ചയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 2 ചർച്ചകളിലും വെടിനിർത്തൽ കരാറുകൾ പാലിച്ചിട്ടില്ലാത്ത ഇസ്രയേലാണ് തങ്ങൾക്ക് എല്ലാ തരം ലംഘനം നടത്തിയിട്ടുള്ളത് എന്നാണ് ഇറാൻ പറയുന്നത്. ഇപ്പോൾ ഇറാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ 3 എണ്ണം പറയുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള അവരുടെ ചർച്ചകളെ അവർക്കാണ് വിജയം. അമേരിക്ക 1 മാസം കൊണ്ടാണ് ഇറാനെ മുട്ടുകുത്തിച്ച് തകർത്തുകളുമെന്ന് പറയുന്നത്. ഇപ്പോൾ 2ാം മാസം പിന്നിടുമ്പോൾ ഇറാൻ മുമ്പത്തെക്കാൾ വളരെ ശക്തമായി അമേരിക്ക പോരാട്ടം നടത്തുന്നു എന്ന് മാത്രമല്ല, അമേരിക്കയുടെ F-15 വിമാനങ്ങളടക്കം
വെടിവെച്ച് വീഴ്ത്താനുള്ള കഴിവുകളും അവർ നേടിയിരിക്കുന്നു. പല രഹസ്യങ്ങളും അമേരിക്കയുടെ യുദ്ധത്തിലെയും അതേ സൈനിക ഉപകരണങ്ങളുടെയും വിമാനങ്ങളുടെയും അതേ ഡ്രോണുകളുടെയും എല്ലാം രഹസ്യങ്ങൾ അവർ ചോർത്തിയെടുത്തിരിക്കുന്നു എന്നുള്ളത് കൂടി വളരെ പ്രധാനമാണ്. ഇതെല്ലാം പാകിസ്ഥാൻ വഴി ഇറാന് കിട്ടുന്നു എന്നുള്ള ആരോപണമാണ് ഇസ്രയേൽ പറയുന്നത്. ഇറാൻ യുദ്ധത്തിന് ശേഷം വലിയ ശക്തമായ തിരിച്ചടികൾക്ക് പാകമായിരിക്കുന്നു. അവരുടെ കൈവശം ഇനിയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മിസൈലുകൾ കൈവശമുണ്ട്. അതെല്ലാം പർവ്വതങ്ങളുടെ അടിയിൽ വളരെ സുരക്ഷിതമായ താവളങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഉപയോഗിക്കാത്ത ഏറ്റവും അത്യാധുനിക മിസൈലുകളടക്കം, അവർക്ക് ദീർഘദൂര മിസൈലുകളടക്കം അവരുടെ കൈവശമുണ്ട്. ഇസ്രയേലിനെ തകർക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഇതിനകം തന്നെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇസ്രയേൽ വിമാന പ്രതിരോധ, അതായത് ആകാശ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ടെങ്കിലും അതൊന്നും അവിടെ ഇപ്പോൾ ഏൽക്കാത്ത മട്ടിലാണ്. കാരണം അവിടേക്ക് ഇറാന്റെ മിസൈലുകൾ പല സ്ഥലത്തും വർഷിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇസ്രയേലിനും വലിയ തിരിച്ചടി തന്നെയാണ്. എന്തായാലും അമേരിക്കയിൽ വലിയ തോതിലുള്ള യുദ്ധ റാലികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, യുദ്ധവിരുദ്ധ റാലികൾ നടന്നുകൊണ്ടിരിക്കുക, അമേരിക്കയിൽ ട്രംപ് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, അദ്ദേഹത്തിന് നേരെ ഇന്നലെ ഒരു അക്രമി ഒരു പത്രക്കാർക്കുള്ള ചടങ്ങിൽ വെച്ച് വെടിവെച്ചു എന്നുള്ളത് വളരെ ഗൗരവമാണ്. അദ്ദേഹത്തിൻ്റെ കൈവശം വലിയ വലിയ ഗണ്ണും അതേപോലെ പിസ്റ്റളും അതേപോലെ തന്നെ കത്തി അടക്കമുള്ള മാരകായുധങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ട ഒരു അംഗരക്ഷകൻ അത് വെടിയേറ്റു എന്നുള്ളതും വളരെ പ്രാധാന്യമുള്ളതാണ്. എന്തായാലും ട്രംപ് ആകെ പേടിച്ചിരിക്കുന്നു. ഇറാനോടുള്ള യുദ്ധത്തിൽ വളരെ ദയനീയമായ അവസ്ഥയാണ്. അമേരിക്ക യുദ്ധം ചെയ്യാൻ ഇറങ്ങും ചെയ്തു, എന്നാൽ എവിടെയും എത്തിയില്ല. മാത്രമല്ല, ലോകത്തിന് മുന്നിൽ നാണക്കേടാവും ചെയ്തു. ട്രംപിന്റെ എല്ലാ നിലയും വിലയും എല്ലാം നഷ്ടപ്പെട്ടുള്ള ഒരു യുദ്ധമായി മാറി ഇറാൻ. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി മൂന്നാമതും അക്രമി തൊട്ടടുത്ത് വരെ എത്തി എന്നുള്ള പറയുന്ന കാര്യം. വെടിയുതിർത്തെങ്കിലും ഭാഗ്യത്തിനാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഭീതിയുടെ നിഴലിലാണ്. ഏത് സമയത്തും കൊല്ലപ്പെടാമെന്നുള്ള ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തെ ഏത് സമയത്തും ഏത് രാജ്യത്ത് വെച്ചും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇറാനെ ആക്രമിച്ചത് വഴി ഷിയ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവിനെ കൊന്നത് വഴി ആ ഷിയ മുസ്ലിങ്ങൾ വലിയ കലിപ്പിലാണ്. അവർ ഏത് ചാവേറായിട്ട് പോലും അവർ ചിലപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിനെ കൊല്ലാൻ പ്രവർത്തിച്ചെന്ന് വരാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇപ്പോൾ ട്രംപ് നാണം കെട്ട് ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇറാനാകട്ടെ ഓരോ ദിവസവും തങ്ങൾ സ്ട്രോങ് ആയിട്ട് വളരെ ശക്തരായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും ദിവസം യുദ്ധം ചെയ്തിട്ടും ഇറാന് യാതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.